സ്വന്തമായിട്ട് 1 സെന്റ് ഭൂമി പോലുമില്ല ഉസ്താദെ, സ്വന്തമായിട്ട് വീടില്ല ഉസ്താദെ. ചില ആളുകൾ പറയുന്ന വിഷമങ്ങൾ ഇതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടി എന്തെങ്കിലും ഒന്ന് ഓതാൻ പഠിപ്പിച്ചു തരുമോ? വീടിന് വേണ്ടിയിട്ട്, ആ വീടിന് വേണ്ടി എന്തെങ്കിലും അള്ളാഹു നല്ല വഴി തുറന്നു തരാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പഠിപ്പിച്ചു തരുമെന്ന് മനസ്സിൽ കൊണ്ട് നടക്കുന്നവരായും അതുപോലെ എന്നോട് നേരിട്ടും ഫോണിലൂടെയൊക്കെ ചോദിച്ചവരായിട്ടുള്ള ആൾക്കാരുണ്ട് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് ജീവിതത്തിൽ കൊണ്ടുവരാൻ 3 ഇസ്മുകൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ഇസ്മുകളുടെ പ്രത്യേകതകൾ തന്നെ ഇതാണ്. നമ്മുടെ വീട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീടുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും എന്ത് ചെയ്യും? അത് റെഡിയാക്കി തരുന്നതാണ്. ചില ആളുകൾക്ക് വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് പകുതി വഴിയിൽ കിടക്കാണ്. അങ്ങനെയുള്ളവർക്കും അള്ളാഹു എന്ത് ചെയ്യും? സഹായിക്കാൻ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട 3 ഇസ്മുകളാണ് ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ പേരുകൾ, നാമങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ഏതൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയി പഠിക്കാം. പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യങ്ങളും വിജയത്തിലായി മാറാൻ, നമ്മുടെ ശാരീരിക, മാനസിക, വൈകാരിക എല്ലാ തരത്തിലുള്ള പ്രയാസ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങിക്കിട്ടാൻ കാരണമാകുന്ന ഒരു വഴി ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഏതാണ് ആ വഴിയെന്നും അതുപോലെ തന്നെ അത് ജീവിതത്തിൽ കൊണ്ടുവരാനും നിങ്ങൾ തയ്യാറാവുകയും വേണം. ഓരോ ദിവസം ഇങ്ങനെ വീഡിയോ കാണുന്നത് വെറുതെ ആയി പോകാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമല്ലോ. നമ്മുടെ ഈ വീഡിയോ കൊണ്ട് ആളുകൾക്ക് ഉപകാരപ്പെടണമല്ലോ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറയാൻ പോകുന്ന ഒരു അമൽ ചെയ്ത ജീവിതത്തിന്റെ പ്രയാസങ്ങൾ മാറി അള്ളാഹു എല്ലാ കാര്യങ്ങളിലും വിജയം നൽകുന്നതാണ്. അള്ളാഹു എന്ത് ചെയ്യും? മുഴുവൻ കാര്യങ്ങളിലും വിജയം നൽകും. ഈ ഒരു പറയാൻ പോകുന്ന രൂപത്തിൽ ചെയ്യണം, പറയാൻ പോകുന്ന സമയത്തിൽ ചെയ്യണം, പറയാൻ പോകുന്ന എണ്ണത്തിൽ ചെയ്യണം. അത്രയേ ഉള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി എന്നെന്നും റബ്ബിനോട് ദുആ ചെയ്യുന്നു. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വീട് എന്നുള്ളത് എല്ലാവർക്കും വലിയ ഒരു സ്വപ്നമാണ്. ഈ വീട്ടിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത് സമാധാനം നൽകുന്ന ഇടം എന്നുള്ളതാണ്. വീടില്ലാത്ത മനുഷ്യർക്ക് വളരെയധികം ആ ഒരു കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടും വിഷമവും ദുഃഖവും മനസ്സിൽ പേറി നടക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. പലർക്കും വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിന് മുന്നോട്ട് പോകാനുള്ള വഴികളില്ല ഉസ്താദ് എന്ന് ദുആ കൊണ്ട് വസിയത്തിൽ അറിയിച്ചിട്ടുണ്ട്. വീട് പണി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇനി ഒന്നും ആയിട്ടില്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. എന്താ ചെയ്യേണ്ടത്? ആത്മീയ പരിഹാരങ്ങളാണ് പ്രിയപ്പെട്ടവർ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഇറങ്ങുക, അള്ളാഹു സഹായിക്കും. അതാണ് ആത്മീയ പരിഹാരം. അല്ലാതെ വീട്ടിനകത്ത് കുത്തിയിരുന്ന് ഇത് മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനോടൊപ്പം നിങ്ങൾ പരിശ്രമിക്കുക കൂടി ചെയ്യുക എന്നുള്ളതാണ്. മൻ ജദ്ദ വജദ. ആരൊരുവൻ ശ്രമിക്കുന്നുവോ, പരിശ്രമിക്കുന്നുവോ, അവൻ വിജയത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. ഏതൊരു കാര്യമാണെങ്കിലും, ഈ വീടിൻ്റെ കാര്യം എന്നല്ല, ഏതൊരു കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മളുടെ പരിശ്രമം അതിൻ്റെ പിന്നിൽ ഉണ്ടാകണം. ചില കാര്യങ്ങൾ പരിശ്രമിക്കുമ്പോൾ നല്ല വിജയം ലഭിക്കും. ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, എത്ര പരിശ്രമിച്ചിട്ടും നടക്കുന്നില്ല ഉസ്താദെ, എത്ര ചെയ്തിട്ടും നടക്കുന്നില്ല ഉസ്താദെ എന്നുള്ള ചിന്ത ഒരിക്കലും നമ്മുടെ മനസ്സിൽ വരാതെ നമ്മൾ കൃത്യമായിട്ട് ചൊല്ലുക. പ്രിയപ്പെട്ടവരെ, എഴുതിയെടുത്ത് പഠിച്ചോളൂ ഇൻഷാ അല്ലാഹ്. ഏതൊക്കെയാണ് ഇസ്മുകൾ? ഈ ഇസ്മുകൾ വീട് പണിക്കുള്ളതും അതുപോലെ ഏത് പ്രയാസമുണ്ടെങ്കിലും എല്ലാത്തിനും ഉപയോഗിക്കാം. സാമ്പത്തിക പ്രയാസങ്ങൾ, പരാധീനതകൾ, അതുപോലെ എല്ലാ വിഷമങ്ങൾക്കും ഇൻഷാ അല്ലാഹ് ഈ പറയാൻ പോകുന്ന ഇസ്മുകൾ ഉപയോഗിക്കാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതാണ് ആ ഇസ്മു നോക്കിക്കോളൂ. ഒന്നാമത്തെ ഇസ്മു പഠിച്ചോ. യാ ജാമിഉ യാ അല്ലാഹ്. യാ ജാമിഉ യാ അല്ലാഹ്. യാ ജാമിഉ യാ അല്ലാഹ്. എല്ലാം ഒരുമിച്ച് കൂട്ടുന്നവനെ, എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്നവനായ അള്ളാഹുവേ എന്നർത്ഥം വരുന്ന, മനസ്സിലായില്ലേ? വീടിൻ്റെ വിഷയങ്ങളാകട്ടെ, സാമ്പത്തിക വിഷയങ്ങളാകട്ടെ, വിഷമത്തിൽ നിന്നുള്ള പരിഹാരങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടുന്നവനായ റബ്ബേ എന്നർത്ഥം വരുന്ന യാ ജാമിഉ എന്ന് പറയുന്ന ഈ ഇസ്മ പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം 114 പ്രാവശ്യം എന്ത് ചെയ്യുക? ഈ ഇസ്മ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. യാ ജാമിഉ അല്ലാഹ്. എത്ര മിനിറ്റ് വേണം?
ഒരു 5 മിനിറ്റ് പോലും വേണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. 114 പ്രാവശ്യമല്ലേ ഉള്ളൂ. യാ ജാമിഉ യാ അല്ലാ, യാ ജാമിഉ യാ അല്ലാ എന്ന് പറയുക. ആ രൂപത്തിൽ 114 പ്രാവശ്യം ദിവസവും ഇങ്ങനെ ചെല്ലുക. അതുപോലെ തന്നെ അടുത്ത ഒരു ഇസ്മ പ്രധാനമായിട്ടും വിജയം ലഭിക്കാനും അതുപോലെ ഈ പറയപ്പെട്ട പ്രശ്നങ്ങൾക്കും ഒക്കെ പറ്റും. ഈ ഒരു ഇസ്മ, ഈ പറയാൻ പോകുന്ന ഇസ്മ വിജയത്തിനും കാര്യങ്ങളൊക്കെ റാഹത്തായിട്ട് നടക്കാനും എല്ലാ പ്രശ്നങ്ങളും മുടങ്ങിക്കിടക്കുന്ന പണി അത് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കാനും എല്ലാം കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട ഇസ്മാണ് യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്, യാ ഫത്താഹു യാ അല്ലാഹ്. വിജയം നൽകുന്നവനെ, എല്ലാം തുറന്നു നൽകുന്നവനെ, എല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി തരുന്നവൻ, എല്ലാത്തിനും വിജയം നൽകുന്ന അർത്ഥം വരുന്ന പുണ്യമാക്കപ്പെട്ട ഈ ഇസ്മ 71 പ്രാവശ്യം മറ്റേ ഇസ്മ ചൊല്ലിയതിനു ശേഷം സുബഹി നമസ്കാരം കഴിഞ്ഞ് ഇരുന്നിട്ട് ഇൻഷാ അല്ലാഹ് ചൊല്ലുക. സ്ത്രീകളെ സംബന്ധിച്ച് അടുക്കളകളിൽ ജോലി ഉണ്ടെങ്കിൽ അടുക്കളയിൽ പോയിരുന്ന് ചൊല്ലാം, കുഴപ്പമൊന്നുമില്ല. ഇതിന് പ്രത്യേകിച്ച് മുസല്ലയിൽ ഇരുന്ന് തന്നെ ഇങ്ങനെ ചൊല്ലണമെന്നൊന്നുമില്ല. അപ്പൊ യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് പറയുന്ന പുണ്യമാക്കപ്പെട്ട ഈ ഇസ്മ പ്രിയപ്പെട്ടവരെ വലത് കൈ ഇങ്ങനെ നെഞ്ചിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, 71 തവണ ഓതുക എന്നുള്ളതാണ്. വലത് കൈ ഇങ്ങനെ നെഞ്ചിൽ വെച്ചിട്ട് 71 പ്രാവശ്യം ഓതുക. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം വീട്ടു ജോലികൾ ഉണ്ടാകാം, ഇതൊന്ന് പെട്ടെന്ന് ചൊല്ലിയിട്ട് എന്ത് ചെയ്യുക, പോയി ജോലികളിൽ ഏർപ്പെടുക. അതുപോലെ മൂന്നാമത്തെ ഒരു ഇസ്മു, ഈ ഒരു ഇസ്മു കൂടിയുണ്ട്. 3 ഇസ്മുകളാണ് നമ്മളിന്ന് പറയുമെന്ന് പറഞ്ഞത്. യാ ഫത്താഹു യാ അല്ലാഹ് വിജയം നൽകുന്നവനെ എന്നർത്ഥം വരുന്ന ഇസ്മാണ്. 71 തവണ നെഞ്ചിൽ കൈവച്ച് ഓതുക. ഇത് മാത്രം, മറ്റേ നെഞ്ചിൽ കൈവച്ചൊന്നും ഓതണ്ട, നോർമലി ഓതിയാൽ മതി. ഇനി മൂന്നാമത്തെ കാര്യം യാ മാലിക്കൽ മുൽക്ക്, യാ മാലിക്കൽ മുൽക്ക്, യാ മാലിക്കൽ മുൽക്ക്. ഈ ഇസ്മ അതിനുശേഷം 212 പ്രാവശ്യം. ഉസ്താദെ ഒരുപാട് ഇങ്ങനെ പറയാതെ ഉസ്താദെ എന്ന് ഇങ്ങനെ ചിന്തിക്കേണ്ട പ്രിയപ്പെട്ടവരെ, ഇത് ഒരുപാടൊന്നും ഇല്ല. ഇത് ചൊല്ലി നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു 5-10 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. ഈ 10 മിനിറ്റ് അള്ളാഹുവിന് വേണ്ടി മാറ്റി വെക്കാനില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ അതുപോലെ ഇരിക്കേ ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞു തരുന്നത്, വളരെ എളുപ്പമാണ്. അപ്പോൾ യാ മാലിക്കൽ മുൽക്ക് 212 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് ചൊല്ലുക. എന്താ അർത്ഥം? സർവ്വതിൻ്റെയും ഉടമസ്ഥൻ, സർവ്വ കാര്യങ്ങളുടെയും ഉടമസ്ഥനായ അള്ളാഹ്, എല്ലാ അധികാരത്തിൻ്റെയും അധികാരിയായ അള്ളാഹ്, എല്ലാ വസ്തുക്കളുടെയും ഈ ലോകത്തുള്ള ഭൂമിയാകട്ടെ എല്ലാത്തിൻ്റെയും ഉടമസ്ഥനായ റബ്ബ് എന്നർത്ഥം വരുന്ന പുണ്യമാക്കപ്പെട്ട ഇസ്മാണ് യാ മാലിക്കൽ മുൽക്ക്. 212 പ്രാവശ്യം എന്ത് ചെയ്യുക, ജീവിതത്തിൽ കൊണ്ടുവരിക. ഈ 3 ഇസ്മുകളും പ്രിയപ്പെട്ടവരെ ആദ്യം നമ്മൾ പറയും യാ ജാമിഉ യാ അല്ലാഹ് 114 പ്രാവശ്യം, പിന്നെ പറഞ്ഞത് യാ ഫത്താഹു യാ അല്ലാഹ് 71 പ്രാവശ്യം നെഞ്ചിൽ കൈവച്ച് ഓതുക. അതുപോലെ യാ മാലിക്കൽ മുൽക്ക് 212 പ്രാവശ്യം ഓതുക എന്നുള്ളതാണ്. ഇത് പ്രിയപ്പെട്ടവരെ ഇത് ഇത്രയും കൃത്യമായിട്ട് എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് നിയത്ത് എന്തായിരിക്കണം? ആ നിയത്താണ് അള്ളാഹു നടത്തി തരുന്നത്. വീട് പണി, വീട്ടിന് 1 സെന്റ് വസ്തു പോലും ഇല്ല, വിഷമിച്ച് നിൽക്കുകയാണ്, അള്ളാഹു താല നല്ലൊരു വഴി എന്ത് ചെയ്യും, അടുപ്പിച്ചു തരാനുള്ള നിയത്തിലാണ് ഓതുന്നത് എന്ന രൂപേണ എന്ത് ചെയ്യുക, ഇൻഷാ അല്ലാഹ് ഇത് വളരെ കൃത്യമായിട്ട് പാരായണം ചെയ്തു കഴിഞ്ഞാൽ, ചൊല്ലിക്കഴിഞ്ഞാൽ, ഈ ഇസ്മിനെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അസ്മാഉൽ ഹുസ്നയാണ് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പുണ്യമാക്കപ്പെട്ട നാമങ്ങളാണ്. അതിൽ പ്രത്യേക ഇജാബത്തുകളുണ്ട്. അത് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആ സ്വീകരിക്കുന്നതാണ്. എന്ത് നിയത്തിനാണോ ഇത് ഓതുന്നത് അത് ആ നിയത്ത് അള്ളാഹു കബൂലാക്കി തരുന്നതാണ്. അപ്പോൾ നമ്മുടെ വിഷമങ്ങൾ മാറാനാണാവുന്നെങ്കിൽ അള്ളാഹു വിഷമങ്ങൾ മാറ്റിത്തരും. വീടില്ല, വീടിനാണോ ഒന്നെങ്കിൽ അള്ളാഹു വീട് വെക്കാനുള്ള വഴികൾ അടുപ്പിച്ചു തരും. അങ്ങനെ ഉണ്ടല്ലോ. അതുപോലെ തന്നെ വിവാഹം ശരിയാകാനാണെങ്കിൽ അങ്ങനെ വിവാഹം ശരിയാക്കി തരും. അതുപോലെ പ്രശ്നങ്ങൾ നീക്കാനാണെങ്കിൽ, വിഷമങ്ങൾ മാറ്റാനാണെങ്കിൽ, പ്രയാസങ്ങൾ പ്രതിസന്ധികൾ എടുത്തു മാറ്റാനാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിന് പരിഹാരങ്ങൾ, എല്ലാത്തിനും പരിഹാരമാണ് ഈ പുണ്യമാക്കപ്പെട്ട 3 ഇസ്മുകൾ. ആരോടാണ് പറയുന്നത്? മുസ്ലിമീങ്ങളോടാണ് പറയുന്നത്. അല്ലാതെ ഇതിനെയൊന്നും ഇഷ്ടപ്പെടാതെ നടക്കുന്ന, പേര് മാത്രം മുസ്ലിമാക്കി വെച്ചുകൊണ്ട് നടക്കുന്ന ആളുകളോട് ഞാനൊന്നും പറയുന്നില്ല. യഥാർത്ഥ ഈമാനുള്ള മുഅ്മിനീങ്ങളോട്, മുസ്ലിമീങ്ങളോട് മാത്രമാണ് ഈ വീഡിയോ എന്ന് മാത്രം ഉണർത്തുകയാണ് പ്രിയപ്പെട്ടവരെ. ഒരുപാട് പേരാണ് കമൻറ്റ് സെക്ഷനുകളിൽ ദുആ വസിയത്തുകൾ അറിയിക്കുന്നത്, വിഷമങ്ങൾ അറിയിക്കുന്നുണ്ട്. കാണുമ്പോൾ നമുക്ക് വിഷമം വരും. കാര്യം അത്രയേറെ വിഷമങ്ങൾ അറിയിക്കുന്നവരും ഈ ദുനിയാവിലുണ്ടല്ലോ അള്ളാഹ് എന്ന് ചിന്തിച്ചു പോകാറുണ്ട് പലപ്പോഴും. 35 ലക്ഷം കടമുണ്ട് ഉസ്താദെ, ഭർത്താവിന് ജോലിയില്ല, വീട്ടിലിരിപ്പാണ്, നല്ല ജോലി കിട്ടാൻ ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് വസിയത്തുകൾ എപ്പോഴും ഒരാളുകൾ അയക്കാറുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ്
നിങ്ങളുടെ വസിയത്തുകൾ അറിയിക്കുക. എല്ലാ സദസ്സിലും ഇവിടെ എല്ലാ ദിവസവും നമ്മുടെ മഹല്ലിൽ സുബഹി നമസ്കാരത്തിന് ശേഷം യാസീൻ ഓതിയിട്ട് ദുആ ചെയ്യാറുണ്ട്. ആ ദുആകളിലൊക്കെ നിങ്ങളൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല ഒരു ദുആ ലഭിക്കുന്നതാണ്. ഈ വസിയത്ത് ചെയ്യുന്നവർക്ക് പ്രത്യേകം ദുആ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, നമ്മുടെ ഈ കമൻറ്റ് സെക്ഷനുകളിൽ നിങ്ങളുടെ എല്ലാ വസിയത്തുകളും അറിയിക്കുക. ഈ വസിയത്ത് ചെയ്യുന്നവർക്ക് പ്രത്യേകം ദുആ ചെയ്യും. നിങ്ങളുടെ ഒരു ദുആ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹിഫ്ളിൻ്റെ മക്കളുടെ ദുആ കിട്ടുന്നതാണ്. എല്ലാ കാര്യങ്ങളും അല്ലാഹു റാഹത്തിലാക്കി തരും എന്ന് ദുആ ചെയ്തുകൊണ്ട് വാഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.